ഇവിടെ രണ്ട് സെറ്റുകൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ സെറ്റുകളെ റോസ്റ്റർ മെത്തേഡിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ഒക്കെ പഠിച്ചു, അതേപോലെ മെത്തേഡ്സും പഠിച്ചു. സെറ്റിനെ ഏതൊക്കെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതിൽ റോസ്റ്റർ മെത്തേഡിൽ രണ്ട് സെറ്റുകൾ എഴുതിയിരിക്കുന്നു. A is equal to set 1, 2, 3, 4, 5 and B is equal to set 0, 1, 2, 3, 4, 5, 6, 7. ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ എ എന്നുള്ള സെറ്റിലെ എല്ലാ എലിമെൻസും ബിയിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? എയിലെ എല്ലാ എലിമെൻസും 1, 2, 3, 4, 5 ഇവിടെയുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ എന്നുള്ള സെറ്റിൽ എല്ലാ എലിമെൻസും ബി എന്നുള്ള സെറ്റിലുണ്ടെങ്കിൽ എ നമുക്ക് ബിയുടെ സബ്സെറ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് എ is a subset of B. അത് നമുക്ക് സിമ്പൽ ഉപയോഗിച്ച് എഴുതാം. അതിനൊരു ചിഹ്നം ഉപയോഗിച്ച് എഴുതാം. ഇങ്ങനെ എഴുതാം: എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പോൾ സബ്സെറ്റ് എന്നുള്ള സിമ്പലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി. അതിൻ്റെ മീനിങ് എന്താണ്? Every element of A is also elements of B, or each element of A is an element of B. എയിലെ ഓരോ എലിമെൻറ്റും ബിയിലെ എലിമെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം: എ സബ്സെറ്റ് ഓഫ് ബി. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ if X belongs to A, ഈ symbol implies X belongs to, അതായത് എ സബ്സെറ്റ് ഓഫ് ബിയുടെ മറ്റൊരു ഡെഫിനിഷൻ ഇതാണ്: ഇഫ് എക്സ് ബിലോങ്സ് ടു എയിൽ ഒരു എലിമെൻ്റാണ് എക്സ് എങ്കിൽ ആ എക്സ് എവിടെ ഉണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. ദെൻ എ സബ്സെറ്റ് ഓഫ് ബി. That is, each element of A is an element of B. For every elements of A are elements of B. Then A is subset of B. അപ്പോൾ ഇവിടെ എ ബിയുടെ സബ്സെറ്റാണ്. അതിനെ സിമ്പിൾ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതറിഞ്ഞിരിക്കുക: ഇഫ് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. ഇനി തിരിച്ച് ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: ബി സബ്സെറ്റ് ഓഫ് എ. ബി സബ്സെറ്റ് ഓഫ് എ. ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എയുടെ സൂപ്പർ സെറ്റ് ആയിരിക്കും. അത് പറഞ്ഞിരിക്കുക: ബി ഹിയർ ബി ഈസ് സൂപ്പർ സെറ്റ്. സൂപ്പർ സെറ്റ് ഓഫ് എ. ബി സൂപ്പർ സെറ്റ് ഓഫ് ബി എയുടെ സൂപ്പർ സെറ്റ് ആയിരിക്കും. അപ്പോൾ അതറിയുക. ഇവിടെ ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതും. ബി സൂപ്പർ സെറ്റ് ഓഫ് എ ആണെങ്കിൽ അതിങ്ങനെ എഴുതാം: ബി സൂപ്പർ സെറ്റ്. സബ്സെറ്റ് നേരെ തിരിച്ചെഴുതുക. ഹിയർ ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ ബി സൂപ്പർ സെറ്റ് ഓഫ് എ. അതറിയുക. ഇനിയും എ ബിയുടെയും സബ്സെറ്റാണ്, ബി എയുടെയും സബ്സെറ്റ് ആണെങ്കിൽ if A subset of B, B subset of A ബിയുടെ സബ്സെറ്റാണ്, അതേസമയം തന്നെ ബി എയുടെയും സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എയും ബി ഈക്വലാണെന്ന് പറയാം. That is if and only if, or implied and implies A is equal to B.
അപ്പോൾ ഈ സിമ്പിൾ മീൻ ചെയ്യുന്ന ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, IFF. That means if and only if A subset of B, B subset of A, if and only if A is equal to B. That means if A is subset of B, A subset of ഇവിടെ if വേണ്ട, if A subset of B, B subset of A, if and only if A is equal to B. That means if A is subset of B and B is subset of A, then A is equal to B. Again, if A is equal to B, then A subset of B and B subset of A. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. A subset of B, B subset of A, if and only if A is equal to B. അപ്പോൾ എയും രണ്ട് സെറ്റുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷനാണ് A is equal to B, if and only if A subset of B and B subset of A. തിരിച്ചു പറഞ്ഞാൽ A subset of B, B subset of A, if and only if A is equal to B. ഇനി A എന്നുള്ള സെറ്റിൽ സബ്സെറ്റുകൾ, നൾ സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ്. നൾ സെറ്റ് അകത്ത് എലിമെൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാ സെറ്റുകളുടെയും നൾ സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് every sets. Again, A is subset of itself. A is subset of A itself. എയുടെ തന്നെ സബ്സെറ്റാണ്. ഇപ്പോൾ 5, അതായത് നൾ സെറ്റ് ഓർ എം ടി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്സ്. അഗെയിൻ എ ഇറ്റ് സെൽഫ് ഈസ് സബ്സെറ്റ് ഓഫ് എയുടെ തന്നെ സബ്സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സെറ്റുകൾ നമുക്കറിയാം. എൻ എന്നുള്ള സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. എൻ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, etc. That is set of all natural numbers. അതേപോലെ W ഇതിൻ്റെ കൂടി 0 കൂടി ചേരുമ്പോഴാണ് W കിട്ടുന്നത്. ദറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്. ഇതിൽ ഏതിൻ്റെ സബ്സെറ്റാണ് അല്ലെങ്കിൽ ഏതിൻ്റെ സൂപ്പർ സെറ്റാണെന്ന് നമുക്കറിയാം. ഓൾ എലിമെൻറ്റ്സ് ഇൻ എൻ is also elements in W. Therefore, here N is subset of W. Again, Z. That is set of all integers. When negative numbers and negative integers ഉണ്ട്, -3, etc., -3, -2, -1, 0, 1, 2, 3, etc. അപ്പോൾ ഈ രണ്ട് സെറ്റുകളും ഇസഡിൻ്റെ സബ്സെറ്റുകളാണ്. മാത്രമല്ല W ഇതിൻ്റെ ഇസഡിൻ്റെ സബ്സെറ്റാണ്, എന്നും സബ്സെറ്റാണ്. എൻ ഡബ്ല്യുവിൻ്റെ സബ്സെറ്റാണ്. ഹിയർ W സബ്സെറ്റ് ഓഫ് ഇസഡ് or N is also subset of Z. Again, Q, that is set of all rational numbers. നമുക്കതിനെ റോസ്റ്റർ മെത്തേഡിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ ഓർഡർ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് Q എന്ന് തന്നെ എഴുതി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഈ Q എന്ന് പറയുന്നത് ഇസഡിൻ്റെ സൂപ്പർ സെറ്റാണ്, അല്ലെങ്കിൽ ഇസഡ് ക്യൂവിൻ്റെ സബ്സെറ്റാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞ് വരുന്ന സെറ്റാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ R. Set of all real numbers. R Qൻ്റെ സബ്സെറ്റാണ്. R അല്ല, Q Rൻ്റെ സബ്സെറ്റ്. Q സബ്സെറ്റ് ഓഫ് all.
അപ്പോൾ ഇതിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള സെറ്റുകളിൽ ഏറ്റവും വലിയ സെറ്റ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് 6ആണ്. നമുക്കിതൊരു ചെയിൻ പോലെ എഴുതിയാൽ ഇങ്ങനെ എഴുതാം: n സബ്സെറ്റ് ഓഫ് W, സബ്സെറ്റ് ഓഫ് Z, സബ്സെറ്റ് ഓഫ് Q, ദാറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് R. ഇതിലേറ്റവും ചെറിയ സെറ്റ് ഓഫ് all natural numbers, ദാറ്റ് ഈസ് ആൾസോ an ഇൻഫിനിറ്റ് സെറ്റാണ് n. ഇതെല്ലാ ഇൻഫിനിറ്റ് സെറ്റ്സ് തന്നെയാണ്. n സബ്സെറ്റ് ഓഫ് W, ദാറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് Z, സബ്സെറ്റ് ഓഫ് Q, സബ്സെറ്റ് ഓഫ് R. ഇതിലേറ്റവും വലിയ സെറ്റ് സെറ്റ് ഓഫ് ആൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് R, ദാറ്റ് ഈസ് എ സൂപ്പർ സെറ്റ്. ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം സൂപ്പർ സെറ്റാണ് ക്യാപിറ്റൽ R, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. ഇത് അറിഞ്ഞിരിക്കണം. നമുക്ക് ബേസിക് സെറ്റുകളാണ്, നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഈ സെറ്റുകളെല്ലാം. ഇത് സബ്സെറ്റിൽ എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സബ്സെറ്റുകളെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ്. എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നെഴുതാം. കൂടുതലും സബ്സെറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് എ ബി, ഇവിടെ എഴുതിയിരിക്കുന്ന സിമ്പിൾ നോക്കുക. സബ്സെറ്റ് എഴുതിയിട്ട് വിട്ടിട്ടിരിക്കുന്നു, സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി, നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി. ഇത് ശരിയാണോ തെറ്റാണോ? ഒരു സെറ്റ് മറ്റൊന്നിൻ്റെ സബ്സെറ്റ് ആവണമെങ്കിൽ ആദ്യത്തെ സെറ്റിലെ എല്ലാ എലിമെൻസും രണ്ടാമത്തെ സെറ്റിലുണ്ടായിരിക്കും. ഇവിടെ ഉണ്ടോ നോക്കാം. എ ബി, ഈ രണ്ട് എലിമെൻസാണ് ഫസ്റ്റ് സെറ്റിലുള്ളത്. എ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയറാണ്, ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇത് ഫാൾസാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെറ്റ് എ ഇ സബ്സെറ്റ് ഓഫ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഈ സെറ്റിന് ആദ്യത്തെ സെറ്റിലെ എലിമെൻറ്റ്സ് ക്ലിയർ ആണ്, എ ഇ മാത്രമാണ്. റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ എന്തൊക്കെ വരും? നമുക്കറിയാം എക്സ് ഈസ് എ വവലാണ്. വവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? സെറ്റ് എ ഇ ഐ ഒ യു. അപ്പോൾ ഇവിടെ എ എന്നുള്ളത് ഇവിടെയുണ്ട്, ഇ എന്നുള്ള എലിമെൻറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ രണ്ട് എലിമെൻസും ഇവിടെയുണ്ട്. അപ്പോൾ ക്ലിയറാണ്, ദിസ് എ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ ഇത് ശരിയാണ്, ട്രൂ ആണ്. ഒന്നാമത്തെ ട്രൂ, രണ്ടാമത്തെ ട്രൂ ആണ്. മൂന്നാമത്തെ നോക്കാം. സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. ഇപ്പോൾ ഒന്നാമത്തെ സെറ്റിലെ ഒരു എലിമെൻ്റേ ഉള്ള എ, അതിവിടെയുണ്ട്. ഇത് ക്ലിയറാണ്, സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി, ദറ്റ് ഈസ് ട്രൂ. Again, fourth one. Set 1, 2, 3 subset of set 1, 3, 5. ഇവിടെ 3 എലിമെൻറ്റ്സ്, അത് 3 ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 1 ഇവിടെയുണ്ട്, 2 സെക്കൻഡ് സെറ്റിലില്ല. അപ്പോൾ ഇനിയും നോക്കേണ്ട കാര്യമില്ല, ഈ എലിമെൻറ്റ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് സബ്സെറ്റ് അല്ല. ഇത് ഫാൾസാണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ. സെറ്റ് എ സബ്സെറ്റ് സിമ്പൽ അല്ല ഇവിടെ, ബിലോങ്സ് ടു ഓർ എലമെൻ്റ് ഓഫ് സെറ്റ് എ, എലമെൻ്റ് ഓഫ് സെറ്റ് എ ബി സി.
നമുക്കറിയാം ഈ സെറ്റ് എ എന്നുള്ളത് ഇതിലെ എലമെൻ്റ് അല്ല, സബ്സെറ്റ് ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു. സെറ്റ് എ മാത്രമായിരുന്നെങ്കിൽ എ സബ്സെറ്റോ എ എലമെൻ്റ് ഓഫ് സെറ്റ് എ ബി സി എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന സെറ്റ് എ ആണ്. സെറ്റ് എ ഇവിടുത്തെ എലിമെൻ്റ് അല്ല. വെറും എ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ എലിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഫാൾസാണ്. Then, sixth one, set x such that x is an even natural number less than 6. Subset of set x such that x is a natural number which divides 36. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ബിൽഡർ മെത്തേഡിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കതിനെ റോസ്റ്റർ മെത്തേഡിൽ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഇപ്പോൾ ഇരട്ട സംഖ്യയാണ്, ആറിനേക്കാൾ ചെറിയ ഇരട്ട എണ്ണൽ സംഖ്യ. അതേതൊക്കെ വരും? നാച്ചുറൽ നമ്പറാണ്. ഇപ്പോൾ 2, 4. അപ്പോൾ ലെഫ്റ്റ് സൈഡ് റോസ്റ്റർ മെത്തേഡിൽ ഇങ്ങനെ എഴുതാം. റൈറ്റ് സൈഡ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. 36നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റും. ദെൻ 9 കൊണ്ട് പറ്റും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36 കൊണ്ട്. ഇപ്പോൾ 36നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സംഖ്യകൾ that is set 1, 2, 3, 4, 6, 9, 12, 18, 36. അപ്പോൾ അതിനെ റോസ്റ്റർ മെത്തേഡിൽ ഇങ്ങനെ എഴുതാം. that is x is a natural number which divides 36. or 36നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സംഖ്യകൾ ഇതൊക്കെയാണ് 1, 2, 3, 4, 6, 9, 12, 18, 36. അപ്പോൾ നമുക്കിവിടെ ഇത് സബ്സെറ്റ് ആണോ എന്ന് നോക്കുക. ഇവിടെ സബ്സെറ്റാണ് സിമ്പൽ. ഓക്കെ, 2 ഇവിടെയുണ്ട്, 4 ഇവിടെയുണ്ട്. അപ്പോൾ ഇത് സബ്സെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക. റൈറ്റ് ദ സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് എ. ആ സെറ്റ് എന്താണെന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2, 3. ആ സെറ്റ് 3 എലിമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. അതിലെ എല്ലാ സബ്സെറ്റുകളും എഴുതാം. നമുക്കറിയാം എയിൽ എം ഡി സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ്. മാത്രമല്ല എ എന്ന് പറയുന്ന സെറ്റ് അത് തന്നെ എയുടെ ഒരു സബ്സെറ്റാണ്. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് എ. ഇപ്പോൾ എം ഡി സെറ്റും എഴുതി, എ എന്നുള്ള സെറ്റും അതിൻ്റെ സബ്സെറ്റ്. ഇനി മറ്റ് സബ്സെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ എലിമെൻ്റ് വീതം വരുന്ന സെറ്റുകൾ. ദാറ്റ് ഈസ് സെറ്റ് 1, അഗെയിൻ സെറ്റ് 2, ദെൻ സെറ്റ് 3. സിംഗിൾട്ടൺ സെറ്റ്സ് എല്ലാം എഴുതി. ഇനിയും 2 എലിമെൻറ്റ്സ് വീതം വരുന്ന സെറ്റുകൾ. സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3. ഓക്കെ, അപ്പോൾ എം ജി സെറ്റിൻ്റെ സബ്സെറ്റാണ്. ആ സെറ്റും, അതായത് 3 എലിമെൻ്റ് വരുന്ന അതേ സെറ്റും
സബ്സെറ്റാണ്. പിന്നീട് ഓരോ സിംഗിൾട്ടൺ സെറ്റ്സ്, ഓരോ എലിമെൻറ്റ് വീതം വരുന്ന സെറ്റുകൾ, പിന്നെ 2 എലിമെൻറ്റ്സ് വീതം വരുന്ന സെറ്റ്. അപ്പോൾ ഇവിടെ ആകെ എത്ര സബ്സെറ്റുകളുണ്ട്? 8 സബ്സെറ്റുകൾ. അപ്പോൾ 3 എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 8 സബ്സെറ്റുകളുണ്ട്. അതേപോലെ 3 എലിമെൻറ്റ്സ് ഉള്ളതിന് 8 സബ്സെറ്റ്. ഇതേപോലെ 4 എലിമെൻറ്റ്സ് വരുന്നതിന് 16 സബ്സെറ്റുകൾ കാണും. 2 എലിമെൻറ്റ്സ് വരുന്നതിന് സെറ്റ് 1, 2 മാത്രമാണെങ്കിൽ നൾ സെറ്റുണ്ട്, ആ സെറ്റുണ്ട്. ദെൻ സിംഗിൾട്ടൺ സെറ്റ് 1, സെറ്റ് 1, സെറ്റ് 2 അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 സബ്സെറ്റുകൾ. അതായത് n എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 2n സബ്സെറ്റ്സുകളാണ്. 2n സബ്സെറ്റ്സ്. n എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 2n സബ്സെറ്റ്സുകൾ. ഇനിയും ഈ സെറ്റിന് 3 എലിമെൻറ്റ്സ് ആണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, n of a that is equal to 3. That is number of elements present in the set A is 3. ഇതിന് നമുക്ക് കാർഡിനൽ നമ്പർ എന്ന് പറയാം. കാർഡിനൽ നമ്പർ ഓഫ് ദ സെറ്റ് A is equal to 3. ഇപ്പോൾ n of a 3 ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം 2/3 ആയിരിക്കും. n of a n ആണെങ്കിൽ സബ്സെറ്റുകൾ 2/n ആയിരിക്കും. ഇനി നമുക്ക് സബ്സെറ്റുകളുടെ സെറ്റ് എ എന്നുള്ള സെറ്റിൻ്റെ സബ്സെറ്റുകൾ 8 എണ്ണം ഉണ്ടെന്നറിയാം. ഇതിനെ നമുക്കൊരു കളക്ഷനായിട്ട് എഴുതിയാൽ, ഒരു വലിയ സെറ്റിൽ എഴുതിയാൽ, ഡബിൾ ബ്രാക്കറ്റിനകത്ത് എഴുതിയാൽ ഈ സെറ്റിനെ ഒരു പേര് പറയും പവർ സെറ്റ് ഓഫ്. ഇറ്റ് ഈസ് നോട്ട് ബൈ P of A. It is the set is equal to P of A. It is set of all subsets of a set. It's called a power set. And it is not by P of A. മറ്റു രീതിയിൽ പറഞ്ഞാൽ, if n of A is equal to n, then n of power set of A, that is cardinal number of power set, number of elements in power set, that is equal to 2 raised to n ആയിരിക്കും n of P of A. പവർ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 2 raised to n ആയിരിക്കും. ഇതിനകത്ത് ഒരു എലിമെൻ്റ്, അതായത് സെറ്റ് എ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രോപ്പർ സബ്സെറ്റുകളാണ്. അതായത് ഒരു എലിമെൻ്റ് ആ സെറ്റ് തന്നെ വരുന്നത് പ്രോപ്പർ സബ്സെറ്റ് അല്ല. ഇപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്ന ആ സെറ്റ് ഒഴിച്ചുള്ള സബ്സെറ്റുകളാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് 8 എണ്ണമില്ല, 7 എണ്ണേ ഉള്ളൂ. അതായത് 2³ -1. അതേപോലെ ഇവിടെ പ്രോപ്പർ സബ്സെറ്റ്, if n of A is equal to n number of proper subsets, that is 2 raised to n -1. 2 raised to n -1. 3 എലിമെൻറ്റ്സ് ആണെങ്കിൽ 8 - 1 7. 2 എലിമെൻറ്റ്സേ ഉള്ളെങ്കിൽ 2² -1 4 - 1 3. 4 എലിമെൻറ്റ്സ് ആണെങ്കിൽ എയിൽ 4 എലിമെൻറ്റ്സ് ആണെങ്കിൽ 2 raised to 4 -1, that is 16 - 1 15 പ്രോപ്പർ സബ്സെറ്റ്സ്. ഓക്കെ, ഇപ്പോൾ പവർ സെറ്റ് എന്താണെന്നറിയണം, പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നറിയണം. അതേപോലെ ഒരു സെറ്റിൻ്റെ കാർഡിനൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ഓക്കെ.